നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. ലോകം വലിയൊരു ആശങ്കയുടെ മുൻപിലാണ്. പശ്ചിമേഷ്യയിൽ അവിടെ യുദ്ധം അത് അവസാനിക്കുന്നില്ല. 4ാം ദിനവും അതിരൂക്ഷമായി തുടരുന്നു. തിരിച്ചടിക്കുകയാണ് പലപ്പോഴും ഇറാൻ. അതിന്റെ മൂർച്ച എത്രത്തോളം ഉണ്ട് എന്ന് സംശയകരമാണ് എങ്കിൽ പോലും, പക്ഷേ ഒട്ടും പിന്നോട്ടില്ല. എല്ലാം അവസാനിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള നിർബന്ധത്തിലാണ്, വാശിയിലാണ് ഇസ്രായേലും അമേരിക്കയും. അധികം നീണ്ടുപോകില്ല എന്നാണ് ഇസ്രായേൽ നൽകുന്ന ഉറപ്പ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവസാനാണ് ഈ മൂരിട്ടെ ഇത് അവസാനിപ്പിക്കൂ എന്ന് അമേരിക്ക പറയുന്നു. എത്ര നാൾ നീണ്ടു നിൽക്കും? ഈ ആശങ്ക എങ്ങുമുണ്ട്. കാരണം ഈ ലോകക്രമത്തെ തന്നെ ബാധിക്കും വിധത്തിൽ ആ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണ സ്തംഭനാവസ്ഥയിലാണ്. എങ്ങനെ, ഏതൊക്കെ തരത്തിൽ ലോകരാജ്യങ്ങൾ ഇത് ബാധിക്കുമെന്നുള്ള ചിന്ത വലിയ തോതിൽ ഉണ്ട് താനും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. വിശദമായി നോക്കാൻ സ്വാഗതം 20th അവറിലേക്ക്. എങ്ങും അലോസരപ്പെടുത്തുന്ന, അമ്പരപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് മുഴുവൻ. ആ സംഘർഷം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ 4ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇതുവരെ ഇറാനിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 787ആയി. ഹോർമുസ് കടലിടുക്ക് അടച്ചു ഇറാൻ. കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ അത് കത്തിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുമുണ്ട്. അങ്ങനെ സംഘർഷം ഈ തരത്തിൽ തുടരുന്ന സാഹചര്യമാണ്. എണ്ണവില കുതിക്കും എന്ന മുന്നറിയിപ്പ്. അരാംകോ റിഫൈനറി ആക്രമിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ വാദം. ഇനി ഇറാന്റെ റഡാർ സംവിധാനം അത് തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. മിസൈൽ വർഷത്തിലാണ് ആ പ്രതിരോധ സംവിധാനം തകർത്തത് എന്ന് പറയുന്നു. എന്താണെങ്കിലും ആ റഡാർ സംവിധാനം തകർത്തു എന്ന് ഇസ്രായേൽ പറയുന്നതിന് അവർ തെളിവായി ചില ദൃശ്യങ്ങളും പുറത്തുവിട്ടു. അതേസമയം ഇറാന് പിന്തുണ നൽകിക്കൊണ്ട് ചൈന എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാര്യം. ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രിയാണ് ഈ തങ്ങളുടെ പിന്തുണ വ്യക്തമാക്കുന്നത്, അറിയിച്ചത്. ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് ഒപ്പമാണ് ഉള്ളത് എന്ന് ചൈന അദ്ദേഹത്തെ അറിയിച്ചു എന്നാണ് പറയുന്നത്. ഈ സൈനിക നടപടി അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയോടും ഇസ്രായേലിനോടും ചൈന ആവശ്യപ്പെടുകയും ചെയ്തു. സമാധാന ചർച്ചകൾ അത് ഉടൻ വേണം എന്നുള്ളതാണ് ചൈനയുടെ ആവശ്യം. ഇനി അതേസമയം തന്നെ ഇറാൻ തിരിച്ചടി ശക്തമാക്കുകയാണ്. തങ്ങളുടെ സൈനിക നടപടികളുടെ ദൃശ്യങ്ങളൊക്കെ ഇറാൻ പലപ്പോഴായി പുറത്തുവിടുകയും ചെയ്തു.
ഒമാനിലെ ദുഗം തുറമുഖത്തും UAE-യിലെ ഫുജൈറയിലും ചൊവ്വാഴ്ച ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായി. സൗദിയിലെ റിയാദിൽ US എംബസിക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി. അങ്ങനെ എല്ലായിടത്തും ആക്രമണം നടത്തി ഒരേ സമയം പലയിടങ്ങളിൽ ആക്രമണം നടത്തുകയാണ് ഇറാൻ. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കുവൈത്തിലെ US എംബസി അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനിടയിൽ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേലിന്റെ ആക്രമണം അത് ശക്തമായിരുന്നു. ഒമാനിലെ ദുഗം പോർട്ടിൽ ആ ഡ്രോൺ വന്ന് വീഴുന്ന ദൃശ്യമാണ് ഏറ്റവും ഒടുവിൽ കണ്ടത്. അങ്ങനെ ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ വിധേയനെ ആക്രമിക്കാൻ കഴിയുന്നു അതൊക്കെ ശ്രമിക്കുന്നുണ്ട്, പയറ്റുന്നുണ്ട് ഇറാൻ. പക്ഷേ എത്രമാത്രം നാശമുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതൊക്കെ ചോദ്യമായി നിലനിൽക്കുന്നു. അവർ കേൾക്കുന്ന തിരിച്ചടികൾക്ക് ഇത്തരത്തിൽ മാത്രം മറുപടി നൽകുകയേ ഇപ്പോൾ പോം വഴിയുള്ളൂ എന്ന് നമുക്ക് ഊഹിക്കാം. ഈ ഫുജൈറ ലക്ഷ്യമാക്കി ഇന്ന് രാവിലെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഓയിൽ ഇൻഡസ്ട്രിയൽ സോണിൽ തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. ആകാശത്ത് വെച്ച് തന്നെ ഈ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനിടെ അതിലെ ചില അവശിഷ്ടങ്ങൾ വന്നു വീണാണ് ആ വ്യവസായ മേഖലയിൽ തീ പടർന്നത്. ഉടൻ തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി വളരെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഫുജൈറ മീഡിയ ഓഫീസർ അറിയിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടുമില്ല. ഈ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയ്ക്ക് ഇടയിലാണ് ഫുജൈറയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണ വ്യവസായ മേഖലയെ ലക്ഷ്യമാക്കി ഈ ആക്രമണ ശ്രമം നടന്നത്. അങ്ങനെ ഇതേ തുടർന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അതീവ ജാഗ്രതയിലാണ്. സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നും ഒരു തരത്തിലും ആശങ്ക വേണ്ട എന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വ്യവസായശാലകളുടെ പ്രവർത്തനം സുഗമമായി തുടരുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നും അധികൃതർ പറയുന്നു. ഇനി സൗദി, ഖത്തർ, കുവൈറ്റ്, UAE തുടങ്ങി മിക്ക അറബ് രാജ്യങ്ങൾക്ക് നേരെയും ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. ശ്രമങ്ങൾ അത് ഊർജിതമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനെ പിന്തുണച്ചതിന് പിന്നാലെയും ലബനന് നേരെയും ഇസ്രായേൽ പോരാട്ടം ഘടിപ്പിച്ചു. അത് മറുവശം. അതേസമയം അമേരിക്കയിലെ സാൻ അന്റോണിയോ പ്രദേശത്ത് നിന്ന് വന്ന ഒരു ദൃശ്യം കാണാമിനി. UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ കൂട്ടത്തോടെ നീങ്ങുന്നതാണ് ദൃശ്യത്തിൽ. ഈ അമേരിക്കൻ സേനയുടെ UH-60 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ അത് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നതാണ് എന്നും അതല്ല അമേരിക്കയിൽ തന്നെ ആകാശ നിരീക്ഷണം അത് ശക്തമാക്കാൻ വേണ്ടിയുള്ള പറക്കലാണ് എന്നുമൊക്കെ റിപ്പോർട്ടിലുണ്ട്. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്താണല്ലോ അദൃശ്യം ശ്രദ്ധേയമാണെന്ന് തോന്നി. ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം മിഡിൽ ഈസ്റ്റിൽ നിന്ന് റദ്ദാക്കിയ വിമാനങ്ങളുടെ സർവീസുകളുടെ കണക്കുകൂടി ഒന്ന് നോക്കാം. 13,000 വിമാന സർവീസുകളാണ് ഈ ദിവസങ്ങളിലായി റദ്ദായത്. ഫെബ്രുവരി 28-ാം തീയതി മുതൽ ഇന്ന് 3-ാം തീയതി വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. 32,003 സർവീസുകളാണ് കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ നടത്തേണ്ടിയിരുന്നത് എന്നാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു സ്തംഭനാവസ്ഥയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു യാത്രയുടെയും അല്ലെങ്കിൽ മറ്റ് വാണിജ്യ രംഗത്തിൻ്റെയും ഒക്കെ ഒരു ഹബ്ബായി നിന്ന പശ്ചിമേഷ്യ, ആ ഗൾഫ് മേഖലയെ ആകെ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഈ യുദ്ധം അത് നടക്കുന്നത്. ഒരുപാട് പേർ തൊഴിൽ രഹിതരാകുമെന്നുള്ള ആശങ്ക, ജീവിതം വഴിമുട്ടുമോ എന്ന ആശങ്ക, ഇന്ധനവില ലോകത്തെ ആകെ തകിടം മറിക്കുമോ എന്ന ആശങ്ക, ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഇനി ചില പ്രതികരണങ്ങൾ കൂടി ഇന്ന് വന്നു. ഇത് അവസാനിക്കാത്ത യുദ്ധമല്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർക്കുമെന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. നിലവിലെ സർക്കാരിനെ താഴെയിറക്കാനാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമമെന്നും നെതന്യാഹു പറയുന്നു. The people are saying we're going to have an endless war here. You're not going to have an endless war. Now, of course, it's up to the people of Iran in the final count to
to change the government. But we are creating, America and Israel together are creating the conditions for them to do so. And I think peace between Israel and Saudi Arabia would be really possible and probably very close once this thing happens. So this is a gateway for peace, for a broader peace, and I believe that we can achieve it. I said it could be quick and decisive. It may take some time, but it's not going to take years. It's not an endless war. In fact, it's an effort right now to achieve the peace that we all yearn and pray for. And I think together we'll achieve it. ഇനി അമേരിക്കയുടെ പ്രതികരണം അത് മറ്റൊരു തരത്തിലാണ്. ഇസ്രായേൽ പറയുന്നു ഇത് സമാധാനത്തിന്റെ കവാടമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ സൈനിക നടപടി ഇറാനെതിരെ കൂടുതൽ ശക്തമാക്കുമെന്നാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രഹരം ഉണ്ടാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി. നിലവിലെ നീക്കങ്ങൾ അത് വെറും തുടക്കം മാത്രമാണ് എന്നും ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി ഇല്ലാതാക്കും വരെ പിന്മാറില്ല എന്നാണ് റൂബിയോ വ്യക്തമാക്കിയത്. അതായത് വളരെ പെട്ടെന്ന് ഈ യുദ്ധം തീർക്കും എന്ന് ഇസ്രായേൽ കരുതുന്നുവെങ്കിൽ അമേരിക്ക പറയുന്നത് അങ്ങനെ പെട്ടെന്ന് കഴിയില്ല എന്നാണ്. വരും ആഴ്ചകളിൽ യുദ്ധം കൂടുതൽ തീവ്രമാകാൻ സാധ്യതയുണ്ടെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. The United States is conducting an operation to eliminate the threat of Iran's short-range ballistic missiles and the threat posed by their Navy, particularly to naval assets. That is what it is focused on doing right now, and it's doing quite successfully. I'll leave it to the Pentagon and the Department of War to discuss the tactics behind that and the progress that's being made. That is the clear objective of this mission. There's two reasons why now. The first is it was abundantly clear that if Iran came under attack by anyone, the United States or Israel or anyone, they were going to respond against the United States. The orders had been delegated down to the field commanders. It was automatic, and in fact it bared to be true, because in fact within an hour of the initial attack on the leadership compound, the missile forces in the south and in the north, for that matter, had already been activated to launch. In fact, those had already been pre-positioned. The third is the assessment that was made that if we stood and waited for that attack to come first before we hit them, we would suffer much higher casualties. And so the president made the very wise decision. We knew that there was going to be an Israeli action. We knew that that would precipitate an attack against American forces. And we knew that if we didn't preemptively go after them before they launched those attacks, we would suffer higher casualties and perhaps even higher those killed. And then we would all be here answering questions about why we knew that and didn't act. ഈ യുദ്ധത്തിന്റെ ആക്രമണം തുടങ്ങിയ ദിനം തന്നെ ലോകത്തെ ആകെ നമ്മളെ ആകെ വിഷമിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇറാനിലെ സ്കൂളിൽ ആ കൊല്ലപ്പെട്ട 160-ലേറെ കുരുന്നുകൾ. ആ കുരുന്നുകൾക്ക് കൂട്ടസംസ്കാരമായിരുന്നു എന്ന്. തെക്കൻ ഇറാനിലെ മിനാബിലെ ഗേൾസ് എലമെന്ററി സ്കൂളിന് നേരെയുണ്ടായ ആ വ്യോമാക്രമണം അത്രമാത്രം ചർച്ചയായതാണ് ലോകത്താകമാനം. സ്കൂളിലെ കുരുന്നുകളെ കൊന്നാണ് ട്രംപിന്റെ വിമോചനമെന്ന സോഷ്യൽ മീഡിയ വിമർശനം ഉന്നയിച്ചതാണ്. ആ ഗേൾസ് എലമെന്ററി സ്കൂളിനെ അമ്പെ തകർത്ത ആ ആക്രമണത്തിന് ശേഷമുള്ള ദൃശ്യങ്ങൾ അത്രമാത്രം പ്രചരിച്ചിരുന്നു. കുറേയേറെ കുരുന്നുകൾ പഠിച്ച ഒരു സ്കൂളാണ്. ആ വിദ്യാർത്ഥിനികൾക്ക് മേലെയാണ് അന്ന് ആ വ്യോമാക്രമണം ഉണ്ടായത്. ക്ലാസ്സിൽ അവർ പഠിക്കുന്ന സമയത്ത്, കൂട്ടുകാരുമായി ചേർന്നിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി വ്യോമാക്രമണം. ഒരു നിമിഷം കൊണ്ട് ആ കെട്ടിടം ചാമ്പലായി. കുറേയേറെ കുരുന്നുകളും കുറേ സ്വപ്നങ്ങളും സ്കൂൾ ബാഗുകളും ഭക്ഷണപ്പൊതികളുമൊക്കെ ചിതറിക്കിടന്നിരുന്നു. അവരെല്ലാവരും ഇനി ഒരുമിച്ചാണ്. ആ അന്ന് കൊല്ലപ്പെട്ട 160-ലേറെ വിദ്യാർത്ഥികളുടെ സംസ്കാരമാണ് ഇന്ന് ഒരുമിച്ച് നടന്നത്. അതിനായി തയ്യാറാക്കിയ കവറുകളുടെ ചിത്രം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചു. അതിനു മുമ്പ് ആ കുരുന്നുകളെ ആ നഗരവീതിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ വികാരഭരിതരായി കണ്ണു നിറഞ്ഞ്
ഇറാനിലെ ജനങ്ങൾ മാത്രമല്ല, ലോകം മുഴുവനാണ് അവർക്കൊപ്പം. ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ സമീപമുള്ള ആ ഖബറിലേക്ക് നീങ്ങിയത്. خیلی صدای تشویق میومد. 160-ലധികം പെൺകുട്ടികൾക്കായി ഖബറുകൾ ചേർന്ന് JCB കൊണ്ട് അവർ കുഴിച്ചു. അവിടെ മൃതദേഹങ്ങൾ കീറി മുറിഞ്ഞതാണ്. മിസ്റ്റർ ട്രംപ് വാഗ്ദാനം ചെയ്ത രക്ഷ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. ഗാസ മുതൽ മിനാബ് വരെ നിരപരാധികൾ ക്രൂരമായി കൊല്ലപ്പെടുന്നു. ഇങ്ങനെ ഒരു കുറിപ്പോടുകൂടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ ആ കുഴിമാടങ്ങളുടെ ചിത്രം പങ്കുവച്ചത്. ഇറാന് നേരെ US-ഉം ഇസ്രായേലും സംയുക്ത ആക്രമണം ആരംഭിച്ച ആദ്യ ദിവസം തന്നെയായിരുന്നു മിനാബിലെ ആ സ്കൂളിന് നേരെയുള്ള വ്യോമാക്രമണവും ആ കുരുന്നുകളുടെ മരണവും. വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് ആ കുരുന്നുകളുടെ ശവമഞ്ചവുമായി ആ നഗരം ഒന്നായി ഒഴുകുന്നത്. അത് ആരുടെയും ഉള്ളുലയ്ക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം യുദ്ധത്തിൽ അത്രമാത്രം നിരപരാധികളായിട്ടുള്ള കുരുന്നുകൾക്ക് ജീവനഷ്ടമാകുമ്പോൾ എങ്ങനെയാണ് അതിൽ ന്യായം കണ്ടെത്താൻ കഴിയുക? കുവൈറ്റിൽ ഇതിനിടെ 3 അമേരിക്കൻ വിമാനങ്ങൾ വീണു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ്. കുവൈറ്റിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് അബദ്ധത്തിലാണ് 3 അമേരിക്കൻ F-15 സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടത് എന്നായിരുന്നു അമേരിക്കയുടെ പ്രതികരണം. അതിന് അമേരിക്ക ഉപയോഗിച്ച ഒരു ടേം ഉണ്ട്, ഫ്രണ്ട്ലി ഫയറിൽ സംഭവിച്ചത് എന്ന്. ആ ഫ്രണ്ട്ലി ഫയർ എന്ന് US വിശേഷിപ്പിച്ച ഈ സംഭവത്തിൽ ആ വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന 6 പൈലറ്റുമാർ, സൈനികർ, അവർ സുരക്ഷിതമായി ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ചാടി. അവരുടെ എല്ലാവരുടെയും നില തൃപ്തികരമാണെന്നൊക്കെ US സെൻട്രൽ കമാൻഡ് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇങ്ങനെ നിലം പൊത്തിയ വിമാനങ്ങളിൽ നിന്നാണ് അവർ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടത്. ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു പിഴവ് സംഭവിക്കുന്നത്. അതായത് സ്വന്തം സഖ്യത്തിന്റെ വിമാനം തന്നെ വെടിവെച്ചിരുന്ന സാഹചര്യം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് ഇനി പോകുന്നത്. സുരക്ഷിതമായി നിലത്തിറങ്ങിയ ഒരു അമേരിക്കൻ പൈലറ്റിനോട് കുവൈറ്റിൽ നിന്നുള്ള ഒരു പൗരൻ സുഖവിവരങ്ങൾ ചോദിച്ച് ഓടിയെത്തുന്നതും സഹായിക്കുന്നതും ആ പൈലറ്റ് തിരികെ നന്ദി പറയുന്നതും കാണാം. ഇതുപോലെ വീണ ഒരു വിമാനത്തിൽ നിന്നും ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ട ഒരു വനിതാ പൈലറ്റിന്റെ ഫസ്റ്റ് വിഷ്വൽസ് ആണ്. You're fine? Really? You need something to help you? No problem, you're safe. You're safe, you're safe. Everything good? No problem. Thank you for helping us. Everything perfect? You're fine? Really? You need something to help you? No problem, you're safe. You're safe, you're safe. Everything good? No problem. Thank you for helping us. Everything perfect? You're fine? കുവൈറ്റിലെ അലി അൽ സലേം എയർബേസിന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഈ വിമാനം തകർന്നു വീണത്. ശത്രു വിമാനങ്ങളെയും ഒപ്പം സ്വന്തം സഖ്യത്തിലെ ഫൈറ്റർ വിമാനങ്ങളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു റഡാർ സംവിധാനങ്ങളുള്ള US നിർമ്മിത പേട്രിയറ്റ് മിസൈൽ ബാറ്ററികളാണ് കുവൈറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിൽ വിമാനങ്ങളെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. അതാണ് ഇത്തരത്തിൽ സ്വന്തം കൂട്ടാളികളുടെ ഫൈറ്റർ ജെറ്റുകളെ വെടിവെച്ച് വീഴ്ത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അതിന് പിന്നാലെ എന്താണെങ്കിലും ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ കൂടി യുദ്ധത്തിന്റെ ഭാഗമായി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇടവേള.